ഇതാരും ജോസഫേട്ടനോ? എന്താ ജോസഫേട്ടാ? ഈ കിളവന്റെ നെഞ്ചിൽ നീ കത്തി കുത്തി ഇറക്കിയല്ലോടാ. എന്താ ജോസഫേട്ടാ, എന്താ ഈ പറയുന്നേ? ഇന്നീ കാണുന്ന കാറും ബംഗ്ലാവും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് വിശ്വസിച്ച് നിന്നെ ഞാൻ എന്റെ വീട്ടിൽ അന്തി ഇറക്കിയിട്ടുണ്ട്. നിനക്കാദ്യമായി തുഴയെടുത്തെന്ന് കടലിൽ വിട്ട എന്റെ മകൻ വർഗീസിന്റെ മകളെ നീ പെങ്ങളായി കാണുമെന്ന് ഞാൻ കരുതിയതാ. അതെ, അവൾ എനിക്ക് പെങ്ങള് തന്നെ. എന്താ പ്രശ്നം? പെങ്ങൾക്ക് ഗർഭമുണ്ടാക്കുന്ന നായിന്റെ മോനോടാ നീ. ജോസഫേട്ടൻ വെറുതെ തെറ്റിദ്ധരിച്ച് എന്റെ ജീവിതം തകർക്കരുത്. അവൾ പറഞ്ഞു, സലോമി പറഞ്ഞടാ എല്ലാം. പക്ഷേ ശിവ ഇതറിഞ്ഞിട്ടില്ല. തന്തയും തള്ളയില്ലാത്ത പെണ്ണിനെ കൊന്നിട്ട് നിനക്കതായിക്കൂടായിരുന്നു. വിഷം കഴിച്ച് ചാവാൻ നോക്കി രക്ഷപ്പെട്ട ആശുപത്രി കഴിയുന്ന അവളെ ഞാൻ ഇനി എന്ത് ചെയ്യണം? നീ പറ, എന്ത് ചെയ്യണം? ജോസഫേട്ടാ, ഞാൻ കാല് പിടിച്ച് പറയുക, ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യാം. ജോസഫേട്ടാ, മോളെ, ചതിയനാണിവൻ. നിന്നെ ചതിക്കും. എത്രയും പെട്ടെന്ന് ഇവന്റെ കയ്യിൽ നിന്ന് മോളെങ്കിലും രക്ഷപ്പെട്ടു. നന്ദിയുണ്ടാ, എല്ലാത്തിനും നന്ദിയുണ്ട്. കൂട്ടത്തിലൊരുത്തൻ രക്ഷപ്പെടുന്നു എന്ന് കണ്ട സഹിക്കില്ല ഒരുത്തനും. ഓരോ പേരും പറഞ്ഞ് ഇറങ്ങിക്ക, കാശ് തട്ടാൻ ഓരോ മാർഗങ്ങളെ. നിങ്ങളൊരു ഇമ്പോർട്ടന്റ് ആണെന്നാണോ പറഞ്ഞു വരുന്നത്? അല്ല, നിങ്ങൾക്കൊരു പെണ്ണിനെ ഗർഭം ധരിപ്പിക്കാനുള്ള കഴിവില്ലേ എന്ന്. ഹേലൻ, നീ എന്തൊക്കെയായി പറയുന്നേ? ആ പാവം മനുഷ്യൻ പറഞ്ഞതല്ല ഞാൻ കേട്ടു. പാവം, അയാൾക്ക് ഭ്രാന്താണ്. കുടിച്ച് സ്വഭാവം തെറ്റുമെന്ന് ആ കിഴവൻ പറയുന്നിട്ട് നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പാവത്തിന് പറഞ്ഞു പറ്റിക്കാം, പക്ഷെ ഞാനത് വിശ്വസിക്കില്ല. ഞാൻ കേട്ടത് ഒരു ഭ്രാന്തന്റെ സ്വരം അല്ല. ഹേലൻ, നീ ഇത് വിശ്വസിക്കരുത്. ആ പെണ്ണിന് അങ്ങനെ ഒരു മോഹം മനസ്സിൽ എന്നോട് തോന്നിയിരിക്കാം. പക്ഷെ ഞാൻ അവളെ കണ്ടിരിക്കുന്ന എന്റെ പെങ്ങടെ സ്ഥാനത്താണ്. യു ആർ എ ഫാന്റാസ്റ്റിക് ആക്ടർ. എന്റെ പപ്പയുടെ പണവും പ്രതാപവും കണ്ട് കണ്ണു മഞ്ഞളിച്ചപ്പോ കടപ്പുറത്തെ പെണ്ണിന്റെ അടുത്തൊരു നാടകം അരങ്ങേറി. ഇപ്പൊ എന്റെ അടുത്തൊന്ന്, പെറ്റു വളർത്തിയ അമ്മയുടെ അടുത്ത് മറ്റൊരു നാടകം. യു ആർ എ ചീറ്റ്. പണത്തിന് വേണ്ടി എന്തും കാണിക്കാൻ മടിക്കാത്ത ഒരു വൃത്തികെട്ടവൻ. അതേടി, നീ പറഞ്ഞ അത്രയും നേരാ. പണം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. നിന്നെ കണ്ട് മോഹിച്ചിട്ടൊന്നുമല്ല നിന്നെ ഇവിടുന്ന് വിളിച്ചിറക്കിക്കൊണ്ടുപോയത്. നിന്റെ അപ്പന്റെ സ്വത്തും പണവും കണ്ടിട്ട് തന്നെയാ. നാട്ടുകാരെ ചതിച്ചും കൊന്നും നിന്റെ അപ്പൻ ഉണ്ടാക്കിയ പണം കൊടുത്താലും നിന്നെ സ്വീകരിക്കാൻ മാനം മര്യാദയുള്ള കുടുംബത്തിൽ നിന്ന് ഒരുത്തനെ കിട്ടില്ലാന്ന് നിനക്ക് നിന്റെ അപ്പനും അറിയാതെ. അപ്പൊ ഞാനൊന്ന് വിരഞ്ഞൊടിച്ചു, നീ കൂടെ ഇറങ്ങി പോകുന്നു. നിന്റെ അപ്പന്റെ നിറതോക്കിന് മുന്നിൽ നൊഴിഞ്ഞു മാറിയ നിന്റെ കിടപ്പറയിൽ ഞാൻ വന്നത്. പിന്നെയോ നിന്റെ ഈ ഞാൻ പലരെയും പഴപ്പിച്ചിട്ടുണ്ടാവും. അതൊക്കെ പോയി ചകഞ്ഞു നിരത്തി എന്നെ വിചാരണ ചെയ്യാൻ വന്നാണ്ടല്ലോ, ഒന്ന് കടലെറിയും ഞാൻ. നിനക്കറിയാമല്ലോ, എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. എന്റെ തന്റെ ഇടം കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. സലോമിയും നീ എനിക്ക് പുല്ല. എനിക്ക് പണം ഉണ്ടാക്കാനും ചവിട്ടിക്കയറി പോകാനുമുള്ള പടികൾ. പിന്നെ ഈ മിന്നുമാല കഴുത്തി കുടുങ്ങിയെന്ന് കരുതി മൈക്കിളിനെ നിന്റെ വരുതിക്ക് നിർത്താമെന്ന് കരുതിയാൽ നീ ഒരു വാക്കും പൊളിയാ മതി. ഈ നിമിഷം ഞാൻ അവനെ പിടിച്ച് പുറത്താക്കും. അന്നേ ഞാൻ പറഞ്ഞതാ അവനൊരു ക്രിമിനലാണെന്ന്. ചേരിയിൽ നിന്ന് വന്നവനവൻ, അവൻ ആ സ്വഭാവം കാണിക്കും. മോളുടെ നന്മയ്ക്ക് വേണ്ടിയാ പപ്പ പറയുന്നേ. നമുക്ക് ഈ ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. എന്തിന്? പപ്പിക്കറിയോ, ഈ വീടിന്ന് പാപികളുടെ പറുദീസിയാ. ചെയ്തു കൂട്ടി തെറ്റുകൾ പരസ്പരം അറിയാം. ആരും പരസ്പരം പറയാറില്ലെങ്കിലും പപ്പ അയാളുടെ അപ്പനോട് ചെയ്ത പാപത്തിന്റെ ഫലം ഞാൻ അനുഭവിക്കാനാണ് വിധിയെങ്കിൽ അത് ഞാൻ സന്തോഷത്തോടെ അനുഭവിച്ചോളാം. പരസ്പരം പറയാതെ എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള ഈ കളി നമുക്ക് തുടരാം. എന്നെ വിളിച്ചെന്ന് പറഞ്ഞു. ആ, ഞാൻ പണ്ട് നിന്റെ സഹായം ചോദിച്ചപ്പോ
നീ ഒരു ഫിലോസഫി എന്നെ പഠിപ്പിച്ചത് ഓർമ്മയുണ്ടോ? ബന്ധങ്ങൾ ദൃഢമാകണമെങ്കിൽ പരസ്പരം ഒഴിവാക്കാൻ പറ്റാത്ത ചില ബന്ധനങ്ങൾ ഉണ്ടാകണമെന്ന്. അത് തീർത്തും ശരിയാണെന്ന് ഇപ്പോ എനിക്ക് തോന്നുന്നു. എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്റെ ഒരു കസിൻ ബ്രദറിന്റെ മകനാണ് നമ്മുടെ ജോർജ്. ജോർജിനെ കൊണ്ട് നിന്റെ പെങ്ങൾ ജൂലിയെ വിവാഹം കഴിപ്പിച്ചാലോ എന്ന് ആലോചിക്കാൻ ഞാൻ. അത് നടക്കില്ല. ശിവനും ജൂലിയും തമ്മിലുള്ള വിവാഹം പറഞ്ഞുറപ്പിച്ചു വെച്ചിരിക്കുന്ന അപ്പനുള്ള കാലത്ത് കൊടുത്ത വാക്കാണ്. വാക്കിനൊക്കെ ഈ കാലത്ത് എന്തു വില? നീ പണ്ട സലോമിക്ക് വാക്ക് കൊടുത്തതല്ലേ? വാക്ക് കൊടുത്ത മാത്രമാണോ? അത് കള. നടക്കില്ല. അമ്മച്ചിയും ജൂലിയും സമ്മതിക്കില്ല. രക്ഷിതാക്കളുടെ സമ്മതം എന്തിനാടോ? രക്ഷിതാവായ എന്റെ സമ്മതം വാങ്ങിയാണോ നീ എന്റെ മകളെ വിവാഹം കഴിച്ചത്? വിളിച്ചോണ്ടോന്ന് വിവാഹം നടത്തണം. അതല്ലേ ഇപ്പോഴത്തെ നാട്ടു നടപ്പ്. നടക്കില്ല. നടക്കണം. ഏതു വഴിക്കായാലും ശരി, ഞാൻ ഈ പറഞ്ഞ വിവാഹം നടക്കണം. നീ നടത്തണം. ഇല്ലെങ്കിൽ നീയും ഹെലനും തമ്മിലുള്ള വിവാഹബന്ധം ഞാനങ്ങ് വേർപെടുത്തും. പിന്നെ നിന്റെ സ്ഥിതി എന്താണെന്ന് ഊഹിക്കാവല്ലോ. വഞ്ചിയും വലയെടുത്ത് ആ പഴയ തൊഴിലിന് ഇറങ്ങേണ്ടി വരും. ഇനി അതല്ല, ഞാൻ പറഞ്ഞതുപോലെ നടന്നാൽ പുതിയ ഫാക്ടറിയുടെ സൈനിങ് അതോറിറ്റി നിനക്കായിരിക്കും. എല്ലാ കളിയിലും നിങ്ങൾ മാത്രം ജയിച്ചാ പോരല്ലോ. കളിയാവുമ്പോ തോൽവിയും ജയവും ഒക്കെ ഉണ്ടാവും. നീ ഒന്നോർത്തോ, ഇന്ന് നിന്റെ പിന്നിൽ വേലുഭായി ഇല്ല. പിന്നെ ആ സലോമിയെ പിഴപ്പിച്ചത് നീയെങ്ങാണമാണെന്ന് ശിവൻ എങ്ങനെയെങ്കിലും അറിഞ്ഞാൽ അവന്റെ കൈകൊണ്ടായിരിക്കും നിന്റെ അന്ത്യം. എന്തു വേണമെന്ന് വെച്ചാ നീ തീരുമാനിക്കും. ആ മൈക്കിളിന്റെ അടുത്ത് മുതലാളി കളിച്ച കളി എനിക്ക് മനസ്സിലായില്ല. 2-3 കളികൾ ഉണ്ടോ. ഒന്ന്, എനിക്കെന്റെ മോളെ രക്ഷിക്കണം. വേണ്ടി വന്നാൽ അവൻ അവളെ കൊല്ലാൻ പോലും മടിക്കില്ല. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ അവന്റെ പെങ്ങള് നമ്മുടെ കൈ വേണം. അതായത് അവന്റെ വില നമ്മുടെ ഒരു പിടി വേണം. അതെ, ആ ചെറ്റയെ ഞാൻ വെറുതെ വിടില്ല. അവനും മൈക്കിളും തമ്മിൽ അടിച്ചു പിരിയുന്നത് എനിക്ക് കാണണം. എന്നിട്ട് ഒറ്റയ്ക്ക് അവനെ എന്റെ കൈ കിട്ടണം, ആ ശിവയെ. മാനത്ത് നിന്ന് അമ്പിളിയമ്മാവനെ കൊണ്ടുതരാമെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ഈ ബന്ധം വേണ്ട. അമ്മച്ചി, നിങ്ങൾ ഈ ബന്ധത്തിന് സമ്മതിച്ച ജൂലിയുടെ ജീവിതമാണ് രക്ഷപ്പെടാൻ പോകുന്നത്. അവൾക്കും ജോർജിനും ജീവിക്കാനുള്ള ഒരു വലിയ തുക ഞാൻ കൊടുക്കും. മുതലാളി, ഞങ്ങൾ ഈ കടൽ കൊണ്ട് ജീവിക്കുന്നവരാ. നെറുകേടിന് ഞങ്ങൾ കൂട്ടിവെക്കത്തില്ല. 10 പുത്തൻ കൈ വരുമ്പോ അപ്പ കാണുന്നവൻ അപ്പാന്ന് വിളിക്കുന്ന ശീലം ഞങ്ങൾക്കില്ല. മൈക്കിൾ എന്ത് പറയുന്നു? അമ്മച്ചി, ഞാൻ മിണ്ടരുത് നീ. ഈ ആലോചനയായിട്ട് ഇവരെയും കൂട്ടി വരാൻ നിനക്ക് എങ്ങനെ തോന്നിയതാ? നീ കുടിച്ചു കൂത്താടി നടന്നപ്പോ ഈ കുടുംബം നോക്കിയത് ശിവനാ. അവനല്ലാതെ ജൂലി ഞാൻ ആർക്കും കൊടുക്കില്ല. ഞാൻ ഇവർക്ക് വാക്ക് കൊടുത്തു. ഇനി ആരെതിർത്താലും ഞാൻ ഈ കല്യാണം നടത്തും. നീ ഒലത്തും. ഇറങ്ങി പോടാ എന്റെ വീട്ടിന്ന്. ഈ പണക്കാരി സാറന്മാരെ ഞാൻ ഇറക്കി വിടണോ അതോ നീ വിളിച്ചിറക്കിക്കൊണ്ട് പോന്നോ? മൈക്കിളെ, അമ്മച്ചി പറഞ്ഞ പോലെ താല്പര്യമില്ലെങ്കിൽ വേണ്ട. ജോർജെ, വാ. വരട്ടെ അമ്മച്ചി.